നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ടിന് അച്ഛന്മാരാണ് കേട്ടോ. എനിക്ക് കൂടുതൽ അച്ഛന്മാരുടെ അറ്റാച്ച്മെൻ്റ് ഒരാളാണ്. എനിക്ക് ആ സ്നേഹം കിട്ടാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ അടുത്ത് കാണാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ടി വി പ്രോഗ്രാമിൽ വന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഏറ്റെടുത്ത് ചിലപ്പോൾ എൻ്റെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ കൊണ്ടായിരിക്കും തോന്നുന്നു, അല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് സുചേച്ചി അങ്ങനെ പറഞ്ഞത് വണ്ടി വിളിക്കാൻ പോയ കഥ എന്തായിരിക്കും എന്ന്? അത് വേറെ ഒന്നുമല്ല. എൻ്റെ അമ്മച്ചി എന്നെ പ്രസവിക്കാൻ സ്നേഹിച്ച് കെട്ടിയാണ് അവര്. അപ്പൊ അച്ഛൻ്റെ ആൾക്കാരും വേണ്ട, അമ്മയുടെ ആൾക്കാരൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ മാത്രം വരുമ്പോൾ അമ്മ ഇറങ്ങി പോന്നു. വന്നതിന് ശേഷം ഒരുമിച്ച് ജീവിച്ച് 3-4 മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പ്രസവിച്ച അച്ഛൻ ഒന്ന് വണ്ടി വിളിക്കാൻ പോകുന്നതാണ്. പിന്നെ ഇതുവരെ പുള്ളി തിരിച്ചു വന്നിട്ടില്ല. ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ മുന്നേ എനിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഒരാളാണ് അച്ഛന്മാർ. ആ സ്നേഹമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി അച്ഛനമ്മമാരുടെ അടുത്തൊക്കെയാണ് സുധിമോളെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മാറ്റി വെച്ചത് വന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് മാത്രം ഓർത്തിട്ടാണ്. ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും അല്ലെങ്കിൽ അവരുടെ വാത്സല്യം ഒത്തിരി അറിയാതെ വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഒത്തിരി ചിരിപ്പിക്കാനും കളിപ്പിക്കാനും പറയുന്നത് സ്റ്റാൻഡപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലോറിൽ ഓരോ പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനൊന്നും പറയാൻ വന്നല്ലേ. ശരിക്കും നിങ്ങളെയൊക്കെ ഒന്ന് കാണണം, നിങ്ങളൊക്കെ അച്ഛനും അമ്മയുടെ കൂടെ ഇരുത്തണം, ഇച്ചിരി നേരം ഇരിക്കണം, അങ്ങനെ വിചാരിച്ചാണ് വന്നത്. അല്ലാതെ ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്ന് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലൊന്നും അല്ല ഞാൻ വന്നത്. നിങ്ങളുടെ ഒരു നേരത്തെ സദ്യ കഴിക്കണം, നിങ്ങളൊന്ന് കളിച്ചും ചിരിച്ചൊക്കെ കുറച്ച് നേരം പോകണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഞാനങ്ങനെ കോമഡി ഒന്നും പഠിച്ചൊന്നും അല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ പ്രോഗ്രാം ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പഠിച്ചൊന്നും അല്ല വന്നേക്കുന്നത്. എന്താണെങ്കിലും എല്ലാ പ്രോഗ്രാമിലും ഞാൻ തീർന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഡാൻസ് കളിക്കണമൊക്കെ ഞാൻ കളിക്കും കേട്ടോ. പാട്ടൊക്കെ ഡാൻസ് കളിക്കും, അതൊക്കെ പേടിക്കൊന്നും വേണ്ട. പാട്ട് പറഞ്ഞാൽ പാട്ട് പാടും, ഡാൻസ് കളിക്കും. പിന്നെ കോമഡി പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പഠിച്ചൊക്കെ പറയേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് അത് ഇച്ചിരി പാടാണ്. ഇങ്ങനെ ഡാൻസ് കളിക്കുക, പാട്ട് പാടുകയൊക്കെ ചെയ്യുക, അതൊക്കെ പേടിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ കൊച്ചുങ്ങളുടെ പരിപാടി എന്തൊക്കെ നടക്കട്ടെ, ആ കൂടെ നമ്മൾ ചെയ്തോളാം. അവസരം വരെ ഉണ്ടാകും. സുഖമൊക്കെ പ്രത്യേകം നന്ദി. എനിക്കൊന്ന് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് അവസാനം വരെ ഞാൻ ഉണ്ടാകുമെന്ന്. സാധാരണ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ ഞാനും പോയിട്ടുണ്ട്, ഞാനും പ്രസംഗമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാര്യം കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരക്കാതെ പറഞ്ഞൊക്കെ പോകും, എന്തെങ്കിലും പരിപാടി കാണുമായിരിക്കും. പക്ഷേ ആദ്യമായിട്ട് ഒരാൾ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞേ പോകത്തുള്ളൂ, സദ്യയും കഴിച്ചിട്ടേ പോകത്തുള്ളത് ഒരാളാണ്. അത് വളരെ വിശാല മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് സുധിമോൾക്കും ഹസ്ബൻഡിനും പ്രത്യേകം പ്രോത്സാഹനം വരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. അടുത്തത് പാട്ട്. മലയാളി മൺകേള കോമ്പറ്റീഷൻ ആട്ടെ നടക്കുന്നത്. ഇനി ഓണത്തിന്
പറ്റി കുറച്ച് ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇതിന് ഉത്തരം പറയുന്നവർക്കായിരിക്കും ഫസ്റ്റ്. ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ് പേപ്പർ എഴുത്. ഓണത്തേഴാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? അറിയാൻ നാളെ കൈ പൊക്കണം. ഓണം കേറാമൂല എന്നറിയപ്പെടുന്നു. അതിന്റെ വാക്കിന്റെ അർത്ഥം അത് സാധാരണ നാട്ടിലുള്ള ഒരു കാര്യങ്ങൾക്കും ആഘോഷങ്ങളോ അറിവുകളോ ഇല്ലാതെ താമസിക്കുന്ന ഒരു പ്രദേശത്തിനാണ് ഓണം കേരളം. മഹാബലി എന്ന വാക്യത്തിൽ എന്താണ്? മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? അതിനുവേണ്ടി സ്വയം ജീവൻ അർപ്പിച്ച ഒരു ബലി അർപ്പിച്ച ഒരു രാജാവ്. തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാളാണ്? സദ്യയിൽ ഏറ്റവും ആദ്യം വിളമ്പുന്നത് എന്താണ്? ആർക്കറിയാം? ഞങ്ങള് ഒത്തിരി കാണാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവിടെ പോയി അമ്മയെ കണ്ടില്ല. എന്തോ ആണോ? ആ സാറേ ഇതുണ്ടോ? Good.
കൊണ്ട് പുരുഷന്മാരിലാണെങ്കിലോ നീ ഇപ്പൊ എവിടെ രശ്മി രശ്മി എന്തോ നമുക്കൊത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് ഒത്തിരിയേറെ വ്യക്തികൾ ഇവിടെ വരികയുണ്ടായി. അവരുടെ സമയം അവർ ചെലവഴിച്ചു, അവരുടെ അധ്വാനം അവർ ചെലവഴിച്ചു, അവരുടെ സമ്പത്ത് അവർ ചെലവഴിച്ചു. നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള കരുതലും നമ്മളെപ്പോലെ ഇങ്ങനെ മറ്റു വ്യക്തികളുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന നമ്മളോടുള്ള അവരുടെ വലിയ താല്പര്യവുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ വഴി പ്രത്യേകമായിട്ട് ഇന്ന് പ്രദർശിപ്പിച്ചത്. ഇതിനുവേണ്ടിയെല്ലാം നേതൃത്വം കൊടുത്തത് ശരൺ എന്നാണ്. ശരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു കൂട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ചേച്ചിയും ഹസ്ബൻഡും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാഫംഗങ്ങൾ എല്ലാവരും ഇവിടെ വരികയുണ്ടായി. ഇവിടെ പഞ്ചായത്ത് മെമ്പർ എല്ലാ കാര്യത്തിലും ഇവിടെ കൂടെ നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുജീവന്റെ പേരിലുള്ള നന്ദി സ്നേഹത്തോടുകൂടി ഈ ഓരോരുത്തർ വന്നിട്ട് ഈ സമ്മാനം ഇതെല്ലാവരും സമ്മാനം മേടിച്ച് നമ്മുടെ സ്റ്റാഫിനെ കൊടുത്തേക്കണം കേട്ടോ. അവർ പിന്നീട് നിങ്ങൾക്ക് തന്നോളൂ കേട്ടോ. ഞാനൊക്കെ എപ്പോഴും കൊടുക്കുന്നതാണ്. സ്ത്രീകൾ ഒരു മോഹൻദാസ് സതീഷ് നിങ്ങൾ വന്നില്ലേ? ആ മിടുക്കന്മാർ വന്നു കഴിഞ്ഞു. ചേട്ടൻ അനിയനുമാണ്. മോഹൻ വാ, മകളെയും മകളും ഉണ്ട് ഇതിനകത്ത്. മോഹന്റെ സഹോദരിയാണ് പാലക്കാട്. സ്വർണ്ണമ്മ അതിന് രണ്ടുപേരും മാറിക്കും. ഇനി സ്ത്രീകളോ? സ്ത്രീകൾ മോഹൻദാസ് പൊക്കോ. അതിന് കുറച്ച് പേര് അങ്ങോട്ട് നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട്
ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അയക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ പുതുജീവൻ ട്രസ്റ്റില് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സുതിമോൾ ചേച്ചിക്കും നക്ഷത്ര ചങ്ങനാശ്ശേരിയുടെയും എൻ്റെയും പേരിൽ നന്ദി അറിയിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഇത്തരം ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഈ നാട്ടിൽ അവരെന്നെ തന്നെ വിളിക്കാനും ഇതിലോട്ട് കൊണ്ടുവരാനും കാണിച്ച എല്ലാവരുടെയും മനസ്സിന് ഞാൻ ആദ്യം തന്നെ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ പുതുജീവൻ എന്ന് പറയുന്ന ഈ ട്രസ്റ്റിൽ ഒത്തിരി പാവപ്പെട്ട അച്ഛനും അമ്മമാരാണ് കേട്ടോ. സത്യം പറഞ്ഞത് കണ്ടിട്ട് എൻ്റെ നെഞ്ച് തകർന്നു പോയി. എനിക്ക് ഈ സാധനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആകെ നെഞ്ചടിച്ച് പോയി. ഞാൻ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് ഓർത്ത് വന്നതാണ്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഓർത്ത് ഇവരുടെ കൂടെ ഒരു നേരം ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിൽ പോകണമെന്ന് ഓർത്ത്. പക്ഷേ ഒരിക്കലും നമ്മുടെ അച്ഛനും അമ്മമാരെ ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് നമ്മളെ പെറ്റ് വളർത്തി ഇത്ര ആൾക്ക് അച്ഛനമ്മമാരെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ട് ആരും ഇട്ടില്ല കേട്ടോ മക്കളെ. അതൊക്കെ ദൈവശാപം കിട്ടും. ഇതൊന്ന് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു നമ്മുടെ കാലയളവിൽ നമ്മളെ മക്കളെ പ്രസവിച്ച് വളർത്തി ഇത്രമാക്കി അവരൊക്കെ ഒരു നിലയിലായി കഴിയുമ്പോൾ ഇതുപോലുള്ള സ്ഥാപനത്തിലൊക്കെ കൊണ്ട് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് കളയുമ്പോൾ അവരുടെ ആ വേദന ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കുറച്ച് പേരിങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് സന്തോഷം കൊണ്ട് അവർ അത് മറന്ന് ജീവിക്കും. അത് കഴിയുമ്പോൾ ഒരു വേദനയുണ്ട്, ഇവർക്ക് ഒറ്റപ്പെട്ട ഒരു ജീവിതമുണ്ട്. ആ സമയത്ത് ആ വേദന നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മുന്നോട്ടുള്ള തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമ്മളെ തന്തേനും തള്ളേനും ഒന്നും ഒരിക്കലും ഇങ്ങനെ കൊണ്ട് ഇട്ട് കളയരുത്. അതില്ലാത്ത ഒരു വേദന എനിക്ക് അറിയാതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരും ഒന്നും ചെയ്യരുത്, പ്രാക്ക് മേടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ നമുക്ക് ഇനി പറയാനായിട്ട്. അപ്പോൾ ഇവരോടെല്ലാവരോടും കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ വിളിക്കാൻ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദി പറയുന്നു. എല്ലാരും നിക്കാനേ അല്ല നിന്നോളാൻ പറഞ്ഞു. ഞാൻ നിൽക്കുവാ നിൽക്കേ. ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നക്ഷത്ര ഹോം നേഴ്സ് സർവീസ് സെൻറ്റർ ഇവർ ചങ്ങനാശ്ശേരി, ഇവരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരോടും കൂടി ഞാൻ ഓണാശംസകൾ പറഞ്ഞു. താങ്ക് യു. പറഞ്ഞപ്പോൾ എൻ്റെ